ഹായ്, 7 ചക്ര ഹീലിങ്ങിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തേത് മൂലാധാര ചക്ര. അത് സ്ഥിതി ചെയ്യുന്നത് ടെയിൽ ബോൺ ഏരിയയിലാണ്. ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിപ്പിക്കുവാൻ മൂലാധാര ചക്ര ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നു. മലാസനയും പർവ്വതാസനയും ഈ ചക്ര ആക്ടിവേറ്റ് ചെയ്യുവാൻ സഹായിക്കുന്നു. രണ്ടാമത്തേത് സ്വാധിഷ്ഠാന ചക്ര. ഇത് ലോവർ അബ്ഡോമൻ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നു. ഫീലിംഗ്, ക്രിയേറ്റിവിറ്റി എന്നിവയെ നിയന്ത്രിക്കുന്നു. അർദ്ധചന്ദ്രാസന, ടോ സിറ്റിംഗ് പോസ് എന്നിവ ഈ ചക്ര ആക്ടിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. മൂന്നാമത്തേതായ മണിപ്പൂര ചക്രയുടെ സ്ഥാനം അപ്പർ അബ്ഡോമൻ ഏരിയയാണ്. ഇത് ആത്മവിശ്വാസം കൂട്ടാനും ലക്ഷ്യങ്ങൾ കൈവരിക്കാനുമുള്ള ശക്തി തരുന്നു. ഭുജംഗാസനയും പവനമുക്താസനയും പ്രാക്ടീസ് ചെയ്യുന്നത് മണിപ്പൂര ചക്ര ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു. നാലാമത്തേത് അനാഹത ചക്ര. ചെസ്റ്റിൻ്റെ സെൻട്രലായിട്ടാണ് ഇതിൻ്റെ സ്ഥാനം. ക്യാമൽ പോസ്, ബ്രിഡ്ജ് പോസ് പോലെയുള്ള ചെസ്റ്റ് ഓപ്പണിംഗ് ആസനാസ് ഈ ചക്ര ആക്ടിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. സ്വയം സ്നേഹിക്കുവാനും മറ്റുള്ളവരോട് കരുണ, ക്ഷമ, സമാധാനം നിലനിർത്തി കൊണ്ടുപോകാനും അനാഹത ചക്ര ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നു. അഞ്ചാമത്തെ വിശുദ്ധി ചക്രയുടെ സ്ഥാനം ത്രോട്ട് ഏരിയയാണ്. സത്യസന്ധമായി സംസാരിക്കാനും ആശയങ്ങൾ തുറന്നു പറയാനും സഹായിക്കുന്നു. മത്സ്യാസനയുടെ സ്ഥിരമായ പരിശീലനത്തിലൂടെ വിശുദ്ധി ചക്രയെ ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ആറാമത്തെ ചക്രയായ ആജ്ഞാചക്രയുടെ സ്ഥാനം പുരികത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ്. ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും ബോധം, ധ്യാനശക്തി എന്നിവ കൂട്ടുവാനും സാധിക്കുന്നു. ബാലാസന ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസനയാണ്. ഏഴാമത്തെ ചക്രയായ സഹസ്രാര ചക്രയുടെ സ്ഥാനം ശിരസിൻ്റെ മുകളിൽ മധ്യഭാഗത്താണ്. ആത്മീയ ബോധവും ആന്തരിക സമാധാനവും ഈ ചക്ര ബാലൻസ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നു. ശവാസനത്തിലൂടെ ഈ ചക്ര ആക്ടിവേറ്റ് ചെയ്യുവാൻ സാധിക്കും.